പരോൾ അനുവദിക്കാൻ ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകതയെന്ന് ഹൈക്കോടതി. ടി.പി. വധക്കേസ് പ്രതികൾക്ക് അനുവദിച്ച പരോളിനെ കുറിച്ച് അന്വേഷണം വേണ്ടതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷയിലാണ് കോടതിയുടെ ചോദ്യങ്ങൾ. 10 ദിവസത്തെ അടിയന്തര പരോൾ വേണമെന്നായിരുന്നു ആവശ്യം. ഹൈക്കോടതി പരോൾ നിരസിച്ചു. ശ്യാം ദേവരാജ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, ടി.പി. കേസ് പ്രതികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പരോൾ കിട്ടുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോൾ കോടതിക്ക് തന്നെ ബോധ്യമാവുന്നില്ല ഈ ടി.പി. കേസ് പ്രതികൾക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകതയെന്ന്, അല്ലേ? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. അത്തരമൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്നും വരുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ലഭിച്ച എല്ലാ പരോളിനെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഭർത്താവിന് 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നായിരുന്നു ഈ ടി.പി. ചന്ദ്രശേഖര വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷ 12ാം പ്രതി ജ്യോതിബാബുവിന്റെ ഭാര്യ പി.ജി. സ്മിത നൽകിയ ഹർജിയിലെ ആവശ്യം. ഈ ഹർജി പരിഗണിക്കവെയാണ് ഇത്തരമൊരു വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. ജ്യോതിബാബുവിന്റെ പിതൃ സഹോദരന്റെ മരണാനന്തര കർമ്മങ്ങൾക്കായി അടിയന്തര പരോൾ ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഇതിൽ ചോദിച്ചത് മാത്രമല്ല, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ് എന്ന് ഹർജിയിൽ പ്രത്യേകം പരാമർശിക്കാത്തതിനെയും ഹൈക്കോടതി വിമർശിച്ചു. മരിച്ചയാൾ അടുത്ത ബന്ധുവെന്ന കണത്തിൽ വരാത്തതിനാൽ പരോൾ അനുവദിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നിവേദനം പരിഗണിക്കാൻ പോലും ജയിൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെടാനാവില്ല. അത്തരമൊരു നിർദ്ദേശം കൊടുത്താൽ ഉടൻ പരോൾ അനുവദിക്കാൻ മതിയായ സ്വാധീനം നിങ്ങൾക്കുണ്ടെന്നും ഹർജിക്കാരിയോട് കോടതി ആ രീതിയിൽ വിമർശനമായി തന്നെ പറയുകയും ചെയ്തു. താങ്ക് യു. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് ആണ്, വിവരങ്ങൾ നൽകി.